സിനിമ ടിക്കറ്റിന് 150 രൂപ, പോപ്കോണിന് 400 രൂപ. അന്ന് 10 രൂപയ്ക്ക് കിട്ടിയ പോപ്കോൺ ഇന്ന് തിയേറ്ററിലെ ഏറ്റവും വലിയ താരമായി മാറിയത് എങ്ങനെ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോപ്കോണിന്റെ കിടിലൻ കഥയാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും സിനിമ കാണാൻ തിയേറ്ററിൽ പോകാത്തവർ ചുരുക്കമായിരിക്കും. സിനിമ കാണാൻ കയറുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ലഘുഭക്ഷണം കരുതാത്തവരും വിരളം. അക്കൂട്ടത്തിൽ താരമായി നിൽക്കുന്നത് പോപ്കോൺ തന്നെ. പക്ഷേ അന്ന് 10 രൂപയ്ക്ക് തെരുവോരത്ത് കിട്ടിയ പോപ്കോൺ ആണിത്. സാമ്പത്തിക മാന്ദ്യകാലത്ത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ ആ പോപ്കോൺ ഇന്ന് സിനിമാ തിയേറ്ററുകളുടെ അവിഭാജ്യ ഘടകമായി. പോപ്കോണിന്റെ കഥ സിനിമയുടെ തന്നെ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ഗവൺമെന്റ് പോപ്കോണിന്റെ MD SPB പട്ടാഭി രാമറാവു പറയുന്നത്. ആദ്യം വെണ്ണയും കാരമലും മാത്രം. ഇപ്പോൾ ചീസ് മുതൽ ബോൾഡ് ഫ്ലേവറുകൾ വരെ മനോഹരമായ ടിന്നുകളിലും ടേസ്റ്റിംഗ് ബോക്സുകളിലുമാണ് വിപണിയിൽ എത്തുന്നത്. പോപ്കോൺ ഇപ്പോൾ ഒരു ഇമ്പൾസ് പർച്ചേസ് അല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു. ഗാലറി സ്പേസിന്റെ CEO കൃപാകാല പറയുന്നത് ഇങ്ങനെ: ഉപഭോക്തൃ അഭിരുചികൾ വളർന്നു. അനുഭവ പരിചയത്തോടെയുള്ള ഭക്ഷണത്തോട് ഇന്ത്യക്ക് ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പോപ്കോൺ ഏറ്റവും വൈവിധ്യമുള്ള ലഘുഭക്ഷണമായി മാറിയത്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് തിയേറ്ററിൽ പോപ്കോണിന് ഇത്ര വില? PVR മൾട്ടിപ്ലക്സ് മേധാവി അജയ് ജിബിലി പറയുന്നത് ഇങ്ങനെ: ബിഗ് സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ പോപ്കോണിനും വില കൂടും. കാരണം ലളിതമാണ്. ഒരു മൾട്ടിപ്ലക്സിൽ കുറഞ്ഞത് 6 സ്ക്രീനെങ്കിലും ഉണ്ട്. എല്ലാം എയർ കണ്ടീഷൻ ചെയ്യണം. വൈദ്യുതി ബിൽ, മെയിൻ്റെനൻസ്, മാളിന് കൊടുക്കുന്ന വാടക, ഇത്രയും ചെലവുള്ളപ്പോൾ പോപ്കോണിന്റെ വില ഉയർത്തിയേ പറ്റൂ എന്നാണ്. അതുകൊണ്ട് ജിബിലിയുടെ അഭിപ്രായത്തിൽ പോപ്കോണിന്റെ വില തികച്ചും ന്യായമാണെന്നാണ്.